താപഹൃദയവുമായി നാഥാ ഞങ്ങൾ. നമുക്ക് വചനം വായിക്കാം. 1 കൊരിന്ത്യർ 1:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. അപ്പോൾ യേശുവേ ഹല്ലേലൂയ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. യേശുവേ ഹല്ലേലൂയ. ഞാൻ യേശുവേ ഹല്ലേലൂയ കുടുംബമായിട്ട് പാലായിൽ നിന്ന് യേശുവേ ഹല്ലേലൂയ വരുന്നു. യേശുവേ ഹല്ലേലൂയ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഏതാണ്ട് 18 വർഷം കഴിഞ്ഞു. യേശുവേ ഹല്ലേലൂയ. ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ യേശുവേ ഹല്ലേലൂയ ഞങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ ഹല്ലേലൂയ ഇവിടെ വരുവാനിടയായി. യേശുവേ ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾക്ക് യേശുവേ ഹല്ലേലൂയ പെൺമക്കളായിരുന്നു. യേശുവേ ഹല്ലേലൂയ വീണ്ടും ഒരു ആൺകുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹത്താൽ യേശു ആവുന്നു. യേശുവേ ഹല്ലേലൂയ ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. എന്നാൽ യേശുവേ ഹല്ലേലൂയ യേശു ഞങ്ങൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ആൾക്കാരാവുന്നു. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം അവിടുന്നൊക്കെയും യേശുവേ ഹല്ലേലൂയ ഇങ്ങനെ കടന്നു വരണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം യേശുവേ ഹല്ലേലൂയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ യേശുവേ ഹല്ലേലൂയ കൂടുതലായിട്ട് യേശുവിനെ പറ്റി അറിയുവാനും യേശുവേ ഹല്ലേലൂയ സത്യം എന്താണെന്ന് യേശുവേ ഹല്ലേലൂയ മനസ്സിലാക്കുവാനും സാധിച്ചു. യേശുവേ ഹല്ലേലൂയ. ആദ്യമൊക്കെ ഇവിടെ വരുന്നത് യേശുവേ ഹല്ലേലൂയ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്. അതുതന്നെ വളരെ ഭാരപ്പെട്ട് ബുദ്ധിമുട്ടി യേശുവേ ഹല്ലേലൂയ ആയിരുന്നു. വീട്ടിലറിയാതെ യേശുവേ ഒക്കെയും ആയിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. യേശുവേ ഹല്ലേലൂയ. പപ്പയും മമ്മിയും വീട്ടിലുണ്ട്. യേശുവേ ഹല്ലേലൂയ. അവരറിയാതെ യേശുവേ ഹല്ലേലൂയ സാധാരണ ആദ്യം ഇവിടെ വന്നുകൊണ്ടിരുന്നത് ദുഃഖ വെള്ളിയാഴ്ച മലയാറ്റൂർക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് യേശുവേ ഹല്ലേലൂയ കള്ളം പറഞ്ഞാവുന്നു യേശുവേ ഹല്ലേലൂയ ഈ ആലയത്തിൽ വന്നുകൊണ്ടിരുന്നത്. യേശുവേ ഹല്ലേലൂയ. വീണ്ടും യേശുവേ ഹല്ലേലൂയ ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിൽ അറിയുവാനിടയായി. വീണ്ടും യേശു പ്രശ്നങ്ങളായി. യേശുവേ ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് യേശുവേ ഹല്ലേലൂയ കയറ്റാത്ത അവസ്ഥ വന്നു. യേശുവേ ഹല്ലേലൂയ. വീണ്ടും വീട്ടിൽ നിന്ന് പിന്നെ വിടാത്ത അവസ്ഥ വന്നു. അപ്പോൾ യേശുവേ ഹല്ലേലൂയ അതിലൂടെ ഒക്കെയും കടന്നു പോയപ്പോഴൊക്കെയും യേശുവേ ഹല്ലേലൂയ ഞങ്ങൾ ഇതിൽ ഉറച്ചു നിന്നതുകൊണ്ട് യേശുവേ ഹല്ലേലൂയ കർത്താവ് വീണ്ടും ഞങ്ങൾക്ക് വഴി തുറന്നു തന്ന യേശുവേ ഹല്ലേലൂയ ആ തടസ്സങ്ങളൊക്കെ നീക്കി യേശുവേ ഹല്ലേലൂയ ആകുന്നു. യേശുവേ ഹല്ലേലൂയ ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് യേശുവേ ഹല്ലേലൂയ ഞാനല്ല, ഞങ്ങളും യേശുവേ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബം യേശുവേ ഹല്ലേലൂയ അത്രത്തോളം എതിർപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ അവിടെയൊക്കെയും യേശുവേ ഹല്ലേലൂയ അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ യേശുവേ ഹല്ലേലൂയ അത്രത്തോളം ഭയത്തോടെ ഒക്കെയും വന്നുകൊണ്ടിരുന്ന അവസ്ഥകളൊക്കെയും മാറി. യേശുവേ ഹല്ലേലൂയ ഇന്ന് യേശുവേ ഹല്ലേലൂയ യഥേഷ്ടം യേശുവേ ഹല്ലേലൂയ ഇവിടെ കടന്നു വരുവാനൊക്കെയുള്ള ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യത്തിനായിട്ട് ഇവിടെ വന്നു. യേശുവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് ആൺകുഞ്ഞിനെ കിട്ടി. എന്നാൽ അതിനപ്പുറമായിട്ട് യേശുവിനെ കൂടുതൽ അറിയുവാൻ യേശുവേ ഹല്ലേലൂയ അതുപോലെ ഞങ്ങൾക്ക് യേശുവേ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എങ്കിലും യേശു ഒരു സമാധാനമില്ലാത്ത അവസ്ഥ, ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഒക്കെയും വീട്ടിൽ ഉണ്ടായിരുന്നു. യേശുവേ ഹല്ലേലൂയ. എന്നാൽ യേശു ഇവിടെ വന്ന് യേശുവേ ഹല്ലേലൂയ ആ പറഞ്ഞതുപോലെയൊക്കെ യേശു വർഷത്തിലൊന്ന് പിന്നെ മാസത്തിലൊന്ന് അങ്ങനെയൊക്കെയും ഹല്ലേലൂയ കർത്താവ് വഴി നടത്തി ഞങ്ങൾക്ക് യേശുവേ ഹല്ലേലൂയ ആ സമാധാനമില്ലാത്ത അവസ്ഥകളൊക്കെ മാറി സമാധാനം തന്നു. യേശുവേ ഹല്ലേലൂയ ആ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകളൊക്കെ ഹല്ലേലൂയ യേശു മാറ്റി തന്നു. ഇപ്പം സ്വാതന്ത്ര്യത്തോടെ ഹല്ലേലൂയ ആലയത്തിൽ വരുവാൻ സാധിക്കുന്നു. അതൊക്കെയും യേശു ഹല്ലേലൂയ ആ കർത്താവിനോട് കൂടുതൽ യേശു ഹല്ലേലൂയ അടുത്ത് കഴിഞ്ഞപ്പോൾ യേശു ഹല്ലേലൂയ കർത്താവ് തുറന്നു തന്ന യേശു ഹല്ലേലൂയ കാര്യങ്ങളാവുന്നു. യേശു ഹല്ലേലൂയ. അതുപോലെ ഞങ്ങൾക്ക് 5 പേർക്കും യേശു ഹല്ലേലൂയ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ യേശു ഹല്ലേലൂയ കൂടെ യേശു ഹല്ലേലൂയ അല്ലെങ്കിൽ ചെറിയ തോതിൽ പനിയോ ജലദോഷമോ ഒക്കെയും വന്നുകൊണ്ടിരുന്ന സാഹചര്യങ്ങളൊക്കെ ഹല്ലേലൂയ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ യേശു ഹല്ലേലൂയ അതൊക്കെയും ഹല്ലേലൂയ ഇല്ലാതാക്കി കളഞ്ഞ അവസ്ഥ. യേശു ഹല്ലേലൂയ ചെറിയ തോതിലാണെങ്കിലും യേശു ഹല്ലേലൂയ ആ ഹോമിയോ മരുന്നൊക്കെയും ഹല്ലേലൂയ വാങ്ങിച്ച് ഒരാഴ്ച ഹല്ലേലൂയ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഇവിടെ വന്നതിന് ശേഷം യേശു ഹല്ലേലൂയ അതെല്ലാം കർത്താവ് മാറ്റി തന്നു. യേശു ഹല്ലേലൂയ. അതുപോലെ ഇവിടെ വന്ന ഓരോ വിടുതൽ യേശു ഹല്ലേലൂയ ഓരോ വിഷയങ്ങൾ മക്കൾക്ക് ഇപ്പോൾ സമയമില്ല. യേശു ഹല്ലേലൂയ
ഹാലലിയ മക്കൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നു. യേശു ഹാലലിയ ഭയം വരുന്ന അവസ്ഥ, പേടി വരുന്ന അവസ്ഥ, യേശു ഹാലലിയ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നില്ല. യേശു ഹാലലിയ ആ സാഹചര്യങ്ങളൊക്കെയും ഹാലലിയ കർത്താവ് മാറ്റി തന്ന് ഇന്ന് മക്കള് ഹാലലിയ 2 പേര് ജോലിയായിരിക്കുന്നു. യേശു ഹാലലിയ യേശു ഹാലലിയ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ഹാലലിയ അവന് ഇപ്പോൾ 18 വയസ്സായിരിക്കുന്നു. യേശു ഹാലലിയ അവനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു 19 വർഷമായി ഹാലലിയ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. യേശു ഹാലലിയ അങ്ങനെ ആ കർത്താവ് യേശു ഹാലലിയ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. യേശു ഹാലലിയ. അപ്പോൾ ഇവിടെ ഹാലലിയ എന്നാൽ യേശു ഹാലലിയ എന്നാൽ ഇവിടെ വന്ന് ഹാലലിയ കർത്താവ് ഹാലലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ആ സമാധാനം യേശു തരികലാത്തത്, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം തരികലാത്തത് യേശു ഹാലലിയ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു കുറവ് വരുന്നുണ്ടെങ്കിൽ യേശു ഹാലലിയ അതെല്ലാം യേശു ഹാലലിയ നമ്മളിൽ ഇരിക്കുന്ന യേശു ഹാലലിയ അന്ധകാരമാവുന്നു, യേശു ദുഷ്ടശക്തിയാവുന്നു. യേശു ഹാലലിയ അതിനെ ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഹാലലിയ നമുക്ക് വെളിച്ചം കടന്നു വരികയുള്ളൂ എന്ന ഒരു വസ്തുത, സത്യം യേശു ഹാലലിയ കർത്താവ് പറഞ്ഞു തന്നു. യേശു ഹാലലിയ നമ്മുടെ മുന്നിൽ ഹാലലിയ വരുന്ന ഏതൊരു കാര്യവും യേശു ഹാലലിയ നമുക്ക് ഹാലലിയ അതൊക്കെയും നമ്മുടെ ഒരു കാര്യമായിട്ട് എടുത്ത് യേശു ഹാലലിയ അതിനെ ഹാലലിയ നമ്മൾ ഇല്ലായ്മ ചെയ്യുമ്പോൾ യേശു ഹാലലിയ ആ ഒരു വെളിച്ചം യേശു ഹാലലിയ നമ്മളിൽ കടന്നു വരുമെന്നുള്ളത് യേശു ഹാലലിയ കർത്താവ് പറഞ്ഞു തന്നു. യേശുവേ ഹാലലിയ വീട്ടിൽ യേശു ആ സ്വാതന്ത്ര്യമില്ലായിരുന്ന അവസ്ഥകളൊക്കെയും അല്ലെങ്കിൽ ആ ഭയപ്പെട്ടു പോയിരുന്ന അവസ്ഥകൾ യേശു ഹാലലിയ അപ്പോൾ ആ ഒരു ഭയം യേശു ഹാലലിയ കയറി വരുമ്പോൾ യേശു എന്നിൽ വരുന്ന ഭയത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ യേശു ഹാലലിയ അവിടെ എതിർപ്പ് മാറ്റി തരുമെന്ന് ഹാലലിയ കർത്താവ് പറഞ്ഞു തന്നു. യേശു ഹാലലിയ പലപ്പോഴും പേടിച്ചാവുന്നു യേശു ഹാലലിയ ഇവിടെ വന്ന് വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. യേശു ഹാലലിയ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ കയറുന്ന ആ ഭാരം, ആ ഭയം എല്ലാം യേശു ഹാലലിയ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് യേശു ഹാലലിയ ആ ഒരു ഹാലലിയ ഒന്ന് ഇല്ലായ്മ ചെയ്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം യേശു ഹാലലിയ വീട്ടിൽ കാണുവാൻ ഇടയായി. യേശു ഹാലലിയ ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞ അതുപോലെയാവുന്ന ഓരോ കാര്യങ്ങളും യേശു നമ്മൾക്ക് മറ്റുള്ളവരെ പഴിക്കുവാൻ ഹാലലിയ ഒന്നുമില്ല. യേശു ഹാലലിയ ഇതൊക്കെയും യേശു നമുക്കൊരു കുറവ് വരുന്നുണ്ടെങ്കിൽ പിതാക്കന്മാരായിട്ട് നമ്മൾ ചെയ്തു പോയ ആ കൃത്യത്തിൻ്റെ ഒരു ഫലമാവുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുള്ള സത്യം. യേശു ഹാലലിയ അപ്പോൾ ഹാലലിയ യേശു ഹാലലിയ അപ്പോൾ നമ്മൾ വെളിപ്പെട്ട് വരുന്നതായ ആ ദുഷ്ടതായ ഓരോ കാര്യങ്ങളും നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അസൂയ, വെറുപ്പ്, എന്തുമായി ജഡത്തിൻ്റെതായ ഓരോ കാര്യങ്ങളും നമ്മളിൽ വെളിപ്പെട്ട് വരുമ്പോൾ യേശു ഹാലലിയ അതൊക്കെയും യേശു ഹാലലിയ നമ്മൾ കർത്താവിൻ്റെ കയ്യിലൊന്ന് കൊടുത്ത് ആ കർത്താവിൻ്റെ അഗ്നിയിലേക്ക് നേടുകയാണെങ്കിൽ അവിടെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലം യേശു ഹാലലിയ നമ്മളിൽ നിറഞ്ഞു വരും എന്ന ഒരു സത്യമാവുന്നു. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും യേശു എന്ന് പറഞ്ഞുവെങ്കിൽ ആ ഒരു സത്യമാവുന്നു. ഈ ജേസെപ്റ്റി ആലയത്തിൽ വന്ന് യേശു എനിക്ക് ഹാലലിയ കർത്താവ് പഠിപ്പിച്ചു തന്നത്. യേശു ഹാലലിയ അത് വേണ്ടും വിധം യേശു പൂർണ്ണതയിലൊന്നും എത്തുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിലും യേശു ആ ദേഷ്യം വരുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ട് യേശു ഹാലലിയ. അപ്പോൾ അവിടെയൊക്കെയും ഹാലലിയ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും ഹാലലിയ രക്ഷിക്കപ്പെടുന്ന നമ്മൾക്കോ ഹാലലിയ രക്ഷയുമാവുന്നെന്ന് പറഞ്ഞുവെങ്കിൽ നമുക്ക് ആ വരുന്ന ക്രൂശുകളെ യേശു ഹാലലിയ നമ്മളൊന്ന് കണ്ടറിഞ്ഞ് യേശു ഹാലലിയ അതൊന്ന് ഏറ്റെടുത്ത് യേശു ഹാലലിയ അതിനെ ഒന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ ഹാലലിയ അത് ദൈവരക്ഷയ്ക്കായിട്ട് യേശു ഹാലലിയ ഫലിക്കും. യേശു അതുകൊണ്ട് യേശു ഹാലലിയ നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഹാലലിയ കർത്താവ് ഹാലലിയ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. യേശു ഹാലലിയ അപ്പോൾ യേശു ഹാലലിയ ആ ഒരു നമ്മൾ യേശു ഹാലലിയ ദൈവത്തെ ഒന്ന് സ്നേഹിച്ച് യേശു ഹാലലിയ യേശു നമ്മൾ പുറമേ കാണിക്കുന്നതിലല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നാണ് യേശു ഹാലലിയ കർത്താവ് നോക്കുന്നത്. ഇന്നലെ വചനത്തിൽ കേട്ടതുപോലെ നമ്മൾ പുറമേ കാണുന്നതൊന്നുമല്ല യേശു ഹാലലിയ, അതൊന്നും യേശു ഹാലലിയ കർത്താവ് നോക്കുന്നില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു ഹാലലിയ നമ്മൾ എത്രത്തോളം ആ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് ഹാലലിയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട്. യേശു ഹാലലിയ
അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം യേശുവേ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം യേശുവേ ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന യേശുവേ ഹല്ലേലൂയ ആ ഒരു ബോധത്തോടെ ഹല്ലേലൂയ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു കുറവും ഹല്ലേലൂയ കർത്താവ് വരുത്തുകയില്ല. യേശുവേ ഹല്ലേലൂയ, അതുകൊണ്ട് യേശുവേ ഹല്ലേലൂയ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന് യേശുവേ ഹല്ലേലൂയ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി യേശുവേ ഹല്ലേലൂയ ഒരു പുതുക്കം പ്രാപിച്ച് ഹല്ലേലൂയ നമുക്ക് ഇന്ന് കൺവെൻഷൻ ആവുന്ന യേശുവേ ഹല്ലേലൂയ യേശു അതൊക്കെ കൂടി നമ്മളങ്ങ് പോകും. എന്നാൽ യേശുവേ ഹല്ലേലൂയ ഒരു ക്രിസ്തുവിനായ പുതിയ സൃഷ്ടിയായി പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു യേശുവേ ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ കൂടി ഹല്ലേലൂയ എങ്ങനെ കർത്താവിലേക്ക് ഒന്ന് അടുക്കാം, യേശുവിലേക്ക് നമുക്കൊന്ന് അടുക്കാം യേശുവേ ഹല്ലേലൂയ എന്ന ആഗ്രഹത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഹല്ലേലൂയ ഒന്ന് എന്താ കർത്താവിലേക്ക് ഒന്ന് അടുപ്പിച്ച് യേശുവേ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ആ കർത്താവിൻ്റെ ഒരു മധുരമായി തന്നെ ഹല്ലേലൂയ നമുക്ക് തീരുവാൻ തക്കവണ്ണം യേശുവേ ഹല്ലേലൂയ നമുക്ക് ഒരുക്കത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.